പൊരിച്ച പത്തിരി നമുക്ക് ചായക്കൊപ്പം സെർവ് ചെയ്യാവുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പൊരിച്ച പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. പൊരിച്ച പത്തിരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കാം. അതിനായിട്ട് കുറച്ച് വെള്ളം ചൂടാക്കാം. ഞാൻ കാണിക്കുന്നത് 1 കപ്പ് അരിപ്പൊടി വെച്ചിട്ടാണ്. അപ്പം അതുകൊണ്ട് 1.5 കപ്പ് വെള്ളം ചൂടാക്കാം. ഈ വെള്ളത്തിലേക്ക് ഉപ്പ് 1/2 ടീസ്പൂൺ ഉപ്പൂടെ ചേർക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ചൂടാക്കാം. ഇവിടെ വെള്ളം തിളച്ചു തുടങ്ങി. നമുക്ക് അരിപ്പൊടി ഇതിനകത്തേക്ക് ചേർക്കാം. നമ്മൾ ഉപയോഗിക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി തന്നെയാണ്. അപ്പം, ഇടിയപ്പം, പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന പൊടി. തിളച്ച വെള്ളത്തിലേക്ക് പൊടിയിടാം. ഇട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഫ്ലെയിം ലോയിൽ വെക്കുക, ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെക്കുക. കട്ട കെട്ടാണ്ട് ഇളക്കിയെടുക്കുക. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് അടച്ചൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. നമുക്ക് മാനേജ് ചെയ്യാവുന്നൊരു ചൂടാവും. അതുവരെ മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ പത്തിരിക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചേർക്കും. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഒരു 1/4 കപ്പ്, ഏകദേശം 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ്. തിരുമിയ തേങ്ങ. അതിലേക്ക് 2-3 ചുവന്നുള്ളി, അതേപോലെ ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഇത്രയും ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തു. ഇത് മാറ്റി വെക്കാം. അപ്പോൾ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്തു. ഇനി എല്ലാം കൂടെ ഒന്നെങ്കിലും ഒരു പ്ലേറ്റ്, ഒരു ബോളിലേക്കോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു കൗണ്ടർ ടോപ്പിലേക്കോ എല്ലാം ഇടും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കരിഞ്ജീരകം, ബ്ലാക്ക് ക്യുമിൻ, അതേപോലെ തന്നെ 1 ടീസ്പൂൺ റവയും കൂടെ ചേർക്കാം. റവ ട്രഡീഷണലി റവ ചേർക്കാറില്ല, അതൊരു മയം കിട്ടും. മാത്രമല്ല നല്ല മുരിഞ്ഞ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഒരു 1.5 ടീസ്പൂൺ മൈദയും കൂടെ ചേർക്കാം. അരച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ മിക്സറൂടെ ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അരച്ചിട്ടില്ല, ചതച്ചിട്ടേ ഉള്ളൂ. ഭയങ്കരമായിട്ട് അരിഞ്ഞു പോകണ്ട. ഒത്തിരി ചൂടാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കൈ ഡിപ്പ് ചെയ്ത് കഴിക്കും. നല്ല സ്മൂത്ത് ആവണം. സ്മൂത്ത് ആവുന്ന വരെ കുഴച്ചെടുക്കുക. അതേപോലെ നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം നമുക്കിനി ഇത് പരത്തിയെടുക്കാം. ഇത് കുറച്ച് അരിപ്പൊടിയോ മൈദയോ ഡസ്റ്റ് ചെയ്തിട്ട് പരത്തിയെടുക്കാം. ഇച്ചിരി കട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാൻ ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ പരത്തിയെടുത്തു. ഇതേപോലത്തെ 3 ഇഞ്ചിൻ്റെയോ അല്ല 4 ഇഞ്ച്, ചില സ്ഥലത്തൊക്കെ വലുതായിട്ടായിരിക്കും ഈ പൊരിച്ച പത്തിരി കിട്ടുക. വലുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനൊരു 3 ഇഞ്ചിൻ്റെ റിംഗ് കട്ട് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുക.
ഈ ഒരു തിക്നെസ്സിൽ കിട്ടി. ഇതേപോലെ എല്ലാം ഷേപ്പ് ചെയ്തെടുക്കുക. ബാക്കിയുള്ള മാവ് വീണ്ടും ഇതേപോലെ പരത്തി ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പം എനിക്ക് ഈ അളവിൽ ഒരു 8 പത്തിരിക്കുള്ളതും കിട്ടി. പിന്നെ അതുപോലെ ചെറിയൊരു എക്സ്ട്രാ കുറച്ച് വന്നു. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്. അപ്പം ഡീപ്പ് ഫ്രൈയിങ്ങിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ പത്തിരി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് നല്ല ചൂടായി കഴിയുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ പൊങ്ങി വരും. ഒന്ന് ടേൺ ചെയ്യാം. രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ എടുക്കാം. പെപ്പർ വറുക്കുക. തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ കട്ടിയുള്ളതുകൊണ്ട് അകം വേവാണ്ട് വരും. അപ്പം അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കും. ഈ ഒരു കളറാകുമ്പോൾ എടുക്കാം. ബാക്കിയുള്ളത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പത്തിരിയെല്ലാം നമ്മൾ ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കും. ഇവിടെ ചൂട് കൂടുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇടുക, അല്ലെ അകത്തോട്ട് വേവാണ്ട് വരും. പൊരിച്ച പത്തിരി ഈ അളവിൽ നമുക്കൊരു 8 എണ്ണ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ കനം കുറച്ച് വറുത്തുവാണെങ്കിൽ നമുക്ക് ഒരു 10-11 എണ്ണമൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്രിസ്പായിട്ടും കിട്ടും. അപ്പോൾ ഇത് നമുക്കൊരു ചായയുടെ ഒക്കെ ഇപ്പോൾ സെർവ് ചെയ്യാനായിട്ട് സ്നാക്കായിട്ടാണ് സെർവ് ചെയ്യാറ്. നോർത്ത് കേരളയിലൊക്കെ വളരെ പോപ്പുലറാണ്. ഇവൻ നമുക്ക് ചായക്കടകളിലൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് പൊരിച്ച പത്തിരി. അപ്പോൾ ഇത് കറിയുടെ ഒപ്പം സെർവ് ചെയ്യാറുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.